Sky Gold, elegance of beauty. KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജിനൊപ്പമാണ് പണ്ടൂസ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ഏജൻസി EDയുടെ റെയ്ഡ് ശ്രീ പിണറായി വിജയന്റെ വീട്ടിലുണ്ടായി. അതിനെതിരെ CPM വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനൊരു ചോദ്യം വരുന്നുണ്ട്, ED റെയ്ഡിൽ VD മിണ്ടാത്തത് എന്താണെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രക്ഷോഭങ്ങൾ, ഇടതുപക്ഷത്തിന്റെ CPMന്റെ പ്രതിഷേധങ്ങൾ, മുഖ്യമന്ത്രിയുടെ മൗനം, KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജ് തന്നെ പറയട്ടെ, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മൗനം, എന്തുകൊണ്ടാണ് CPMന്റെ പ്രതിഷേധം ഇത്ര വലുതാവുന്നത്? മുഖ്യമന്ത്രി കൃത്യമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇത് പറയുന്നത് ഈ ED നടത്തിയ ഈ റെയ്ഡ് പിണറായി വിജയനെ സ്വന്തം അണികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള റെയ്ഡായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതല്ല എങ്കിൽ പൂട്ടിക്കിടക്കുന്ന ഒരു വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവെക്കാൻ മാത്രം വിഡ്ഢിയല്ല പിണറായി വിജയൻ എന്ന് നമുക്ക് എല്ലാവർക്കും, ഏത് കൊച്ചു കുട്ടികൾ പോലും അറിയാം. അവിടെ കയറി റെയ്ഡ് നടത്തി നാടകം നടത്തി തന്റെ അനുയായികളെയൊക്കെ ഒന്ന് തളപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് CPMന്റെ ഭാഗത്തുനിന്നുണ്ടായത്. CPMഉം BJPയും തമ്മിലുണ്ടായ ഒരു ഡീലിന്റെ ഭാഗമാണ് ആ ED റെയ്ഡ് എന്നാണ് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ആ റെയ്ഡ് പിണറായി വിജയന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വന്തം അണികളിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ മുകളിലോട്ടുള്ള കമ്മിറ്റികളിലൊക്കെ ഈ CPMനും LDFനും ഉണ്ടായ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുള്ള പരാജയം അത് അദ്ദേഹത്തിന്റെ മാത്രം പ്രവൃത്തി കൊണ്ടാണ് എന്ന് സ്വന്തം അനുയായികൾ വിശ്വസിക്കുമ്പോൾ അതിൽ നിന്നും ആളുകളെ തിരിച്ചുവിടാൻ, സ്വന്തം പാർട്ടി പ്രവർത്തകരെയും പാർട്ടി അനുഭാവികളെയും തിരിച്ചുവിടാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതല്ലാണ്ട് ഇത് മറ്റൊന്നും പിടിക്കാനോ അല്ലെങ്കിൽ മറ്റു രേഖകൾ ഉണ്ടായിട്ടോ അല്ല ഇത് ചെയ്തതെന്നാണ് ഞങ്ങളുടെയൊക്കെ ആ ഒരു വിലയിരുത്തൽ. അതിന് യാതൊരു സംശയവും. ഇപ്പോ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോ മണ്ണാർക്കാടിലെ ഒരു നേതാവ്, പാലക്കാട് ഒരു നേതാവ്, പല സ്ഥലങ്ങളിലെ നേതാക്കന്മാര് പാർട്ടിക്കെതിരെ വന്നാൽ തീപ്പന്തമാവും, അതുപോലെ തന്നെ പാർട്ടി വെറുതെ ഇരിക്കില്ല എന്ന തരത്തിലുള്ള എല്ലാ നേതാക്കളും പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ പിന്നെ പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ED ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്, BJP ഇങ്ങനെ നാടകം കളിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വസ്തുതയ്ക്ക് നിരക്കുന്നതാണോ എന്നൊരു ചോദ്യം കൂടി ആർക്കെങ്കിലും ചോദിക്കാമല്ലോ. തീർച്ചയായും അത് നമുക്കറിയാലോ. കണ്ണൂരിൽ പാർട്ടി നെട്ടകെ പിളർന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി CK ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ, നമുക്കറിയാം കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള ആളുകൾ, കണ്ണൂരിലെ പാർട്ടി അനുയായികൾ, ആ തളിപ്പറമ്പിലെ തോൽവി, പയ്യന്നൂരിലെ തോൽവി, ഇതൊക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ അടിവേരിളകുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാർട്ടി കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റികളാണെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റി ആണെങ്കിലും ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയും ഒക്കെ നടന്ന ചർച്ചകൾ നമ്മൾ കണ്ടു. എല്ലാവരും ഒരേ ഒരു സ്വരത്തിൽ പറഞ്ഞു ഇതിന്റെയൊക്കെ ഉത്തരവാദി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത ആ കാര്യങ്ങളാണ് ഇന്ന് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടാനുള്ള കാരണം എന്ന് കൃത്യമായി അണികൾ വിലയിരുത്തുന്നു, പാർട്ടി കമ്മിറ്റികൾ വിലയിരുത്തുന്നു. അത് ഇന്ന് കേരളത്തിലുടനീളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്താണ് ഇതുപോലെ ഒരു EDയെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് EDയുടെ രൂപത്തിൽ പിണറായിയുടെ പൂട്ടിക്കിടക്കുന്ന വീട് റെയ്ഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായത്. അപ്പോഴേക്കും ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ, MAVV അടക്കമുള്ള ആളുകൾ ഇത് ഏറ്റെടുത്തുകൊണ്ടുള്ള സമരം ഇതൊരു സ്ഥിരക്കഥയുടെ ഭാഗമായി നടന്ന കാര്യമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ED റെയ്ഡിന് ശേഷം CPMഉം അതുപോലെ പിണങ്ങി നിന്ന് എന്ന് പറയപ്പെടുന്ന LDFിലെ മറ്റു കക്ഷികളൊക്കെ ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിൽ പോലും അവരെല്ലാം ഒന്നിച്ചിപ്പോ UDFിനെതിരെയാണല്ലോ, UDF സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ആണല്ലോ വലിയ പ്രക്ഷോഭവും സമരമൊക്കെ നടത്തുന്നത്. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ ഈ സമരം ഇങ്ങനെ ഒരു തലത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഞാനതാ പറഞ്ഞത്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ED ചോദ്യം ചെയ്യുന്നു, കെജ്രിവാൾ അടക്കമുള്ള ആളുകളെ ജയിലിൽ അടയ്ക്കുന്നു. ഇവിടെ ലാവ്ലിൻ കേസ് 60-70 തവണ മാറ്റിവെക്കപ്പെടുന്നു. കേരളത്തിൽ മാത്രം ED മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാജയപ്പെട്ട CPMന്റെ മുഴുവൻ പരാജയത്തിന് ഉത്തരവാദിത്വം പിണറായിയുടെ തലയിൽ വരുമെന്ന് കണ്ടപ്പോൾ ഇത്തരം ഒരു നാടകവുമായി രംഗത്തിറങ്ങിക്കൊണ്ട് പാവപ്പെട്ട സഖാക്കളെ പറ്റിക്കുന്ന ഒരു ഇടപാടാണ് ഇന്ന് CPMഉം BJPയും തമ്മിലുള്ള ഡീൽ വീണ്ടും ഒരിക്കൽ കൂടി അത് പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസിനെതിരായി, ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരായി നല്ല ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തപ്പോൾ ഇത്തരം ചില എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണ് വെട്ടിക്കാനാകില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊക്കെ എഴുതിയ ഒരു തിരക്കഥയും നാടകമാണെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പോൾ ഭരണം ഇപ്പോൾ പല കാര്യങ്ങളും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ പെൻഷൻ പോലും ലഭിച്ചില്ല എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ വരുന്നുണ്ട്. പെൻഷൻ മുടങ്ങിയെന്ന തരത്തിൽ ചില സോഷ്യൽ മീഡിയയിൽ പെൻഷൻ കിട്ടിയവരുടെ സ്ലിപ്പ് അയക്കുന്നു. ഇതൊക്കെ എന്തായിരിക്കും? ഇതൊക്കെ ഇപ്പോൾ ഈ ഭരണം 10 വർഷത്തിന് ശേഷം UDFന് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ
ഇത് ആദ്യം തന്നെ തടസ്സങ്ങളാണോ വന്നുകൊണ്ടിരിക്കുന്നത്? ഒരു തടസ്സങ്ങളും ഞങ്ങൾ ആദ്യത്തെ ക്യാബിനറ്റ് കൂടി തീരുമാനമെടുത്ത് ഞങ്ങളുടെ ജനപ്രിയ പരിപാടികൾ നടപ്പാക്കി ഇന്ദിരാഗാന്ധി നടപ്പിലാക്കി സാധാരണക്കാരായ ഏറ്റവും താഴെ തട്ടിലുള്ള ആശാവർക്കർമാരടക്കമുള്ള അംഗനവാടി ടീച്ചേഴ്സിനും ഹെൽപ്പേഴ്സിനും അടക്കമുള്ള ആനുകൂല്യം ഞങ്ങൾ നടപ്പിലാക്കി. അതിനുശേഷം ഇതാ പെൻഷന്റെ കാര്യങ്ങളും ഞങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ആളുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തുന്നു. ഇന്നത്തെ അസംബ്ലി കൂടി നയപ്രഖ്യാപനത്തിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി UDF എന്താണോ പറഞ്ഞത് നടപ്പാക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടിയും മുന്നണിയും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന്റെ തുടക്കത്തിലാണ്. ഞങ്ങളൊക്കെ വേറെ സന്തോഷത്തിലാണ്. ജനങ്ങൾ ഇപ്പോഴും വലിയ പ്രതീക്ഷയോടെയാണ് VD സതീശനെയും ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും നോക്കി കാണുന്നത്. അതൊരു സംശയമില്ലാത്ത രീതി നടപ്പാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് യാതൊരു സംശയമില്ല. UDF ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി തന്നെ മുന്നോട്ട് പോകും. ഏതായാലും EDയുടെ റെയ്ഡിൽ VD മിണ്ടാത്തത് എന്താണെന്നുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിന്റെ ഉത്തരം KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് നൽകി. അത് എന്തിന്റെയോ തിരക്കഥയാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അതെല്ലാം വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു. ചില തിരക്കഥകളുടെ ഭാഗമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരെ പ്രചാരണങ്ങൾ നടത്തുന്നതാണെന്ന ഒരു ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും എല്ലാം സുതാര്യമായിട്ട് പോകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ രാഷ്ട്രീയം ഒരു മത്സരമല്ലേ, രസകരമായ മത്സരമാണ്. ചിലപ്പോൾ എതിരാളികളെ തളർത്താൻ ഇപ്പുറത്തുള്ള ആളുകൾ വേറെ തലത്തിലേക്ക് സമരം കൊണ്ടുപോകും. ഏതായാലും കേരളത്തിലെ ഈ പ്രബുദ്ധ ജനത എല്ലാം നോക്കിക്കാണുന്നുണ്ട്. ഏതാണ് സത്യമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജബ്ബാർ വേണാട്ട്, വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. വെഡിങ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.